പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഡിറ്റോ വടക്കൻ അക്ഷീക്കാവും തക്ക സമയത്തെക്കുറിച്ച് അല്പസ്വല്പം പറയട്ടെ. ദൈവം ഒന്നെങ്കിൽ ദൈവം യേശു ക്രിസ്തു കടന്നു വന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ ദൂതന്മാരെ രക്ഷിക്കും. തൻ്റെ അടുത്ത് സ്തോത്രം. രക്ഷിക്കുന്നൊരു യഹോവ, രക്ഷിക്കുന്നൊരു യേശു ക്രിസ്തു, രക്ഷിക്കുന്നൊരു ദൈവം, രക്ഷിക്കുന്ന യേശു ക്രിസ്തു, ജീവിച്ചിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം മാറായുടെ മുമ്പിലെത്തി. മാറായിലെ വെള്ളം കയ്പായിരുന്നു അവർ ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ. എന്നാൽ അവിടെ നിന്ന് മരത്തിൻ്റെ കൊമ്പിൻ്റെ ചില്ല മോശ വെട്ടിയിട്ടപ്പോൾ മാറായിലെ വെള്ളം മധുരമായി. സ്തോത്രം സ്തോത്രം. ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന മോശ പർവ്വതത്തിൽ മരുഭൂമിയിൽ നടന്നു വരവെ പ്രശ്നങ്ങൾക്ക് ദൈവത്തോട് മോശ കരഞ്ഞപേക്ഷിക്കുമ്പോൾ ദൈവം വഴികളെ തുറന്നു കൊടുക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. യഹോവ. സ്തോത്രം. അബ്രഹാം തൻ്റെ ആകാറിനെയും പൈതലിനെയും ഒരു തുരുത്തി വെള്ളവും അപ്പവുമായി ഇറക്കി വിട്ടു. സ്തോത്രം. മരുഭൂമി നടക്കുന്ന ആകാറിനെ തുരുത്തിയിലെ വെള്ളവും തീർന്നു, അപ്പവും തീർന്നു. കുഞ്ഞിൻ്റെ മരണം കാണേണ്ടെന്ന് കരുതി കുഞ്ഞിനെ അവിടെ കിടത്തി ഇടമ്പിമ്പാട് ദൂരെ ഇരുന്ന് കരയുന്ന ആകാർ. സ്തോത്രം. എന്നാൽ അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ആകാറെ ഭയപ്പെടേണ്ട. കുഞ്ഞിൻ്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. അവനെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. ദൂതൻ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ആകാറിന് വേണ്ടി തക്കസമയത്ത് പ്രവർത്തിച്ച് ദൈവം ദൂതനെ വിട്ടുകൊണ്ട് ഹാഗാറിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകി ദൈവം. മുമ്പിൽ ഹാഗാർ കണ്ണുറന്ന് നോക്കിയപ്പോൾ മുമ്പിലൊരു നീരുറവ. അതിന് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചു. ഇഷ്ടംപോലെ വെള്ളം കുഞ്ഞിനും കൊടുത്തു. സ്തോത്രം. മനുഷ്യൻ കൊടുത്താൽ പരിധിയുണ്ട്, ഒരു തുരുത്തി വെള്ളമേ കൊടുക്കൂ. എന്നാൽ ദൈവം കൊടുത്താൽ പരിധിയില്ല. ഇഷ്ടംപോലെ വെള്ളം. മരുഭൂമിയിൽ ഇഷ്ടംപോലെ വെള്ളം കൊടുത്തുകൊണ്ട് ഹാഗാറിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം. സ്തോത്രം. ആ ദൈവം ജീവിച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദാനിയേലിന് ലഭിച്ചത് പ്രമാണത്തിന് വേണ്ടി നിന്നപ്പോൾ ദാനിയേലിന് വേണ്ടി ലഭിച്ചത് സിംഹക്കുയി എന്ന സിംഹത്തിൻ്റെ വായ ദൂതനെ വിട്ട് അടപ്പിച്ച് ദാനിയേലിനെ രക്ഷിച്ച ദൈവം. സ്തോത്രം സ്തോത്രം. സിംഹൂര് കേടും ദാനിയേലിന് വരുത്തിയില്ല. സ്തോത്രം സ്തോത്രം. മോർദെഖായി ഒരു യഹൂദനായിരുന്നു. മോർദെഖായിയെയും സകല യഹൂദന്മാരെയും കൊന്നുകളവാൻ ശൂഷൻ രാജ്യത്തിലെ മന്ത്രിയായിരുന്നു ഹാമാൻ പദ്ധതി ഒരുക്കി. മോർദെഖായിക്ക് വേണ്ടി കൈമരമൊരുക്കി ഹാമാൻ. എന്നാൽ ശൂഷൻ രാജ്യത്തിലെ രാജാവായിരുന്ന അഹ്ശ്വേരോസ് രാജാവ് സ്തോത്രം തന്നെ രാത്രി ഉറക്കമില്ല തനിക്ക്. താൻ അപ്പോൾ പുസ്തകം എടുത്ത് വായിച്ചു. അത് മനസ്സിലായി തന്നെ അപ്പോൾ സമയത്ത് രക്ഷിച്ചത് മോർദെഖായി ആണെന്ന്. വൃത്തിനോട് ചോദിച്ചു, തന്നെ രക്ഷിച്ച മോർദെഖായിക്ക് എന്തു കൊടുത്തു? വൃത്തി ഒന്നും കൊടുത്തില്ല. അപ്പോൾ മോർദെഖായി വിളിച്ചു വരുത്തി. മോർദെഖായിക്ക് രാജകീയ സിംഹാസനം, രാജകീയ ഭോജനം, രാജകീയ വസ്ത്രം, രാജകീയ വീതി. സ്തോത്രം സ്തോത്രം. പ്രകാരം മോർദെഖായി മാനിക്കപ്പെട്ടു. മോർദെഖായിയുടെ കൈവിരലിൽ ഒരു മോതിരം അണിയിച്ചു. മോതിരം. സ്തോത്രം. ആ മോതിരം വെച്ച് ഓർഡറിൽ ഒപ്പിട്ട് മുദ്ര വെച്ചാൽ അത് കൽപ്പനയായി. സ്തോത്രം. മോർദെഖായിയെയും യഹൂദന്മാരെയും കൊല്ലുന്ന കൽപ്പന റദ്ദ് ചെയ്യപ്പെട്ടു. ഒപ്പുവയ്ക്കാനുള്ള അധികാരം മോർദെഖായിക്ക് ലഭിച്ചു. തൂക്കാടത്തിൽ ഹാമാനെ കയറ്റുകയും ചെയ്തു. സ്തോത്രം സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാൻ സ്നാപകൻ. സ്തോത്രം. യേശുവിനെ സ്ഥാനപ്പെടുത്തിയ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. താനിപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെടും, താൻ ചെയ്യാത്ത കുറ്റത്തിന്. സ്തോത്രം. ജയിലിൽ കിടന്ന് ശിഷ്യരെ വിട്ട് യേശുവിനോട് ചോദിക്കുന്നു, വരുവാനുള്ളവൻ നീയോ, മറ്റൊരുവിനെ കാത്തിരിക്കണമോ? ഈ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്ഥാനപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതാ, യേശുവിനെ കണ്ടപ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ വന്ന് യേശുവിൻ്റെ ശരീരത്തിലിരിക്കുന്നത് നേരിട്ട് കണ്ട യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ സംശയം. യേശു തൻ്റെ ശിഷ്യരെ വിട്ട് ചോദിക്കുന്ന യേശുവിനോട്, വരുവാനുള്ളവൻ നീയോ, മറ്റൊരു തന്നെ കാത്തിരിക്കണമോ? യോഹന്നാൻ സ്നാപകൻ ചോദിക്കാൻ പറഞ്ഞപ്പോൾ യേശു മറുപടി പറഞ്ഞില്ല. യേശു കുരുടനെ കാഴ്ച കൊടുക്കുന്നു, ചെകിടനെ കേൾക്കുമാറാക്കുന്നു, ഊമനെ സംസാരിക്കുമാറാക്കുന്നു. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാനോട് പോയി പറ, ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ബോധ്യപ്പെട്ടു, വരുവാൻ ക്രിസ്തു തന്നെ. സ്തോത്രം. യോഹന്നാൻ ശിഷ്യന്മാർ മുഖേന
യോഹന്നാന് മനസ്സിലായി യേശു ക്രിസ്തു ഇത് തന്നെ എന്ന്. സ്തോത്രം. ഏലിയാവും കർമ്മേൽ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്ന അശേര പ്രവാചകന്മാരെയും ബാല്യപ്രവാചകന്മാരും ഒക്കെ വെട്ടിക്കൊന്നു. അശേര പ്രവാചകന്മാരും ബാല്യപ്രവാചകന്മാരും ഏറെ നേരം കരഞ്ഞിട്ടും ഏറെ നേരം പ്രാർത്ഥിച്ചിട്ടും സ്വർഗ്ഗത്തിൽ തീ ഇറങ്ങുന്നതല്ല. എന്നാൽ ഏലിയാവിന് ചെറിയ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗ്ഗത്തിൽ തീ ഇറങ്ങി ഹോമയാഗം ദഹിപ്പിക്കപ്പെട്ടു. സ്തോത്രം. എന്നിട്ട് ഏലിയാവ് അശേര പ്രവാചകന്മാരെ പ്രവാചകന്മാരെല്ലാവരും വെട്ടിക്കൊന്നു. സ്തോത്രം. ഇത്ര ധൈര്യപ്പെടുത്തോടെ ചെയ്ത ഏലിയാവ് ഇസബെല്ല് ആഹാബ് രാജാവ് ഭാര്യ ഇസബെല്ല് ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഏലിയാവ് ചൂരത്തിൻ്റെ അടുത്തായിരുന്നുകൊണ്ട് കരയുകയാണ്. മതി ജീവിച്ചു കരയുകയാണ്. അപ്പോൾ ഏലിയാവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അടയും കൊടുത്തും കൊണ്ട് പറഞ്ഞു, ഏലിയാവെ നിനക്ക് ഇനി ശുശ്രൂഷയുണ്ട്, പുറപ്പെടുക. സ്തോത്രം. ഏലിയാവിനെ ധൈര്യപ്പെടുത്തിയ ദൂതൻ. സ്തോത്രം. ഒലിവ് മലയിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ക്രൂശിക്കും. അതിൻ്റെ കൈകളിൽ ആണിയടിക്കും, കാലിന്മേൽ ആണിയടിക്കും. സ്തോത്രം. മുലാപ്പുറത്ത് കുന്തം കുത്തും, ക്രൂശീകരണം നടക്കും. എന്നാൽ അല്ലറി വിളിച്ച് കരയുകയാണ് ദൈവത്തിനോട്, ദൈവത്തിനോട് യേശുക്രിസ്തു. കഴിയുമെങ്കിൽ ദൈവമേ പിതാവ് ഈ പാനപാത്രം എങ്കിലും നീക്കി തരണം, അതായത് ക്രൂശീകരണം എങ്കിലും നീക്കി തരണം. അല്ല, അതാണ് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ, ക്രൂശീകരണം നടക്കട്ടെ. ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ട് അൽമുറിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പൊഴുകുന്ന രക്തം വിയർപ്പായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ സ്വർഗ്ഗത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് ബലപ്പെടുത്തി, യേശു ക്രിസ്തുവിനെ ബലപ്പെടുത്തി. സ്തോത്രം. സെക്കരിയാവിന് പ്രായമായി. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് സന്തതി ജനിക്കും. നിർജീവമായിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് സന്തതി ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ സെക്കരിയാവിന് സംശയം. ദൂതനായി വിട്ടു പറഞ്ഞു. സ്തോത്രം. വാർദ്ധക്യത്തിൽ എനിക്ക് ഒരു സന്തതി ഉണ്ടാകുമെന്ന്. സ്തോത്രം. ദാവീദിൻ്റെ അടുത്ത് സമയപ്രവാചകം എന്ന് പറഞ്ഞു. രാജാവായ സമയപ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്തു. സ്തോത്രം. ദാവീദിന് വേണ്ടി ദൈവം ഒരു പ്രവാചകനെ ഒരുക്കി. 6000 ഭൂതമുള്ള ഗദരദേശത്ത് യേശു നേരിട്ട് ചെന്ന് ഭൂതത്തെ സൗഖ്യമാക്കി, ഭൂതമുള്ള മനുഷ്യനെ സൗഖ്യമാക്കി 6000 ഭൂതങ്ങൾ ഇറങ്ങിപ്പോവുകയും ആ ഗദരദേശത്തെ ഭൂതമുള്ള വ്യക്തി ഭൂതങ്ങളെല്ലാം വിട്ടുപോയതിനു ശേഷം താനൂർ ദക്കപ്പൊരിക്ക ദേശത്തെ സുവിശേഷകനായി മാറി. യേശു ക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്ന് അത്ഭുതം കാണിച്ചു, അത്ഭുതം ചെയ്തു. ഒന്നുകിൽ ദൈവം നേരിട്ട് വരും, ഇല്ലെങ്കിൽ ദൂതരെ അയച്ച് രക്ഷിക്കും. സ്തോത്രം. 38 വർഷം വർഷവാദമുള്ള രോഗിയോട് കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടന്നു. 38 വർഷമായി കിടപ്പിലായിരുന്നു. ദശത കുളക്കടവിൽ കിടന്നിരുന്ന രോഗി എഴുന്നേറ്റ് നടന്നു. സ്തോത്രം. യേശു നേരിട്ട് അത്ഭുതം ചെയ്ത് രോഗത്തിലായിരുന്നപ്പോൾ 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യം ലഭിക്കുന്ന വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തനിക്ക് സൗഖ്യം ലഭിച്ചു. സ്തോത്രം. 18 വർഷമായി കൂനിയായിരുന്ന സ്ത്രീ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന് ആ കൂനിമേ തൊട്ടു. അപ്പോൾ കൂനി നിവർന്നു, രോഗസൗഖ്യം ലഭിച്ചു. കൂനിയായ സ്ത്രീയുടെ കൂനി നിവർത്തിച്ചു. സ്തോത്രം. അത്ഭുത മന്ത്രി വീരനെന്ന് യേശു ക്രിസ്തു ജീവിക്കുന്നു. സ്തോത്രം. യോഹന്നാപ്പോസ്തലനെ പത്മോസിലേക്ക് നാട് കടത്തി. പത്മോസ് തലയോട്ടിടവും അസ്ഥിക്കൂടങ്ങളും എല്ലുകളും തലയോട്ടിടമുള്ള ആ സ്ഥലത്ത് യോഹന്നാൻ നായകനായിരിക്കുകയാണ്. അപ്പോൾ മാർത്തോൻകത്ത് കിട്ടിയ യേശുവിനെ കാണുവാനും വെളിപ്പാട് ലേഖനം, ബൈബിൾ ലേഖനം എഴുതുവാനല്ല ഇടയായി. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതിയ ലേഖനമാണ്. അല്ല, ഇതും ദൈവം കൃപ കൊടുത്തു. സ്തോത്രം. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ. എന്നാൽ കാരാഗ്രഹത്തിന് അർദ്ധരാത്രിയായപ്പോൾ പൗലോസ് ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങുകയും കൽച്ചാങ്ങരകളെല്ലാം ഇഴുകയും പൗലോസ് ശീലാസും ബന്ധനായി എടുക്കാണ്ടപ്പോൾ കാരാഗ്രഹ പ്രമാണി വാളിൽ തന്നെ കൊല്ലുവാൻ ശ്രമിച്ചു. ഇവരെല്ലാം ഓടിപ്പോയി എഴുതിയിട്ട്. അപ്പോൾ പൗലോസ് ഒന്നും ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കാരാഗ്രഹ പ്രമാണി പൗലോസ് ശീലാസിനെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും തൻ്റെ കുടുംബങ്ങൾ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേട്ട് അവരെല്ലാം സ്ഥാനപ്പെടുവാൻ ദൈവമക്കളാകുവാനിടയായി. അവർ കാരാഗ്രഹ പ്രമാണി കുടുംബം സ്ഥാനപ്പെടുവാൻ പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കേണ്ട അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. സ്തോത്രം. സ്തേഫാനോസിന് ഒറ്റ പ്രസംഗത്തിൽ യഹൂദന്മാർ കല്ലെറിച്ച് കൊല്ലുകയാണ്. മരിക്കുന്നതിന് മുമ്പ് സ്തേഫാനോസ് പ്രകാരം പറഞ്ഞു, ദൈവമേ ഈ പാപ വിവരമേ നിർത്തരുത്. സ്തോത്രം. സ്തേഫാനോസ് സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നത് കണ്ടു. സ്തോത്രം. അങ്ങനെ സ്തേഫാനോസ് കല്ലെറിഞ്ഞ് മരണപ്പെട്ടു.
സ്വർഗത്തിൽ തന്നെ. സ്തോത്രം സ്തോത്രം. യേശുക്രിസ്തു നീ നേരിട്ട് വന്ന് ഒരു ദൂതനെ അയച്ച് വിടുവിക്കുന്ന യേശുക്രിസ്തു ജീവിക്കുന്നതിനോടത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡിറ്റോ വടക്കനാക്കിക്കാവ് ഇത്രയും പറയുവാൻ ദൈവകൃപനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാക്കുകൾ നിരമിക്കുന്നു. ഡിറ്റോ വടക്കനാക്കിക്കാവോ നിങ്ങളെയും എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. ഭൂമിയിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച, ദൈവത്തിൻ്റെ ആജ്ഞ പ്രകാരം ജീവിച്ച സ്തോത്രം. ദൈവം വല കൈ പിടിച്ചുകൊണ്ട് ഉള്ളങ്കൽ വഹിച്ചുകൊണ്ട് അന്ത്യം വരെ നടക്കുവാൻ കൃപ നൽകും. മാറ്റമില്ലാത്ത കാര്യമാണ്. മത്തായി 28:19 പറയുന്നു കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം. മർക്കോസ് 16:16 പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിച്ചിട്ടാണ് സ്നാനമേൽക്കേണ്ടത്. 3 മാസമായ കുട്ടിയല്ല, വിശ്വസിക്കാനുള്ള പ്രായമാകണം. തെറ്റിന് ശരിയും തിരിച്ചറിയാനുള്ള പ്രായമാകണം. അപ്പോഴാണ് താൽപ്പെടേണ്ടത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവ് അന്ത്യം വരെ നടത്തും. വിശ്വസത്ര അപ്പോസ്തലപ്രവൃത്തി 2 38 മുതൽ 42 വരെയുള്ള വാക്യമാണ് കാണുന്നു. മാനസാന്തരപ്പെട്ട് സ്ഥാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞാൽ വിശുദ്ധി